നമസ്കാരം, ഞാൻ സമീർ. റോഡ് സേഫ്റ്റി അവയർനെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാണ് റോഡ് ലിക്കിംഗ്? ഒരുപാട് തർക്കങ്ങളുണ്ടാവാം. എന്നിരുന്നാലും റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പെഡസ്ട്രിയനാണ് റോഡ് ലിക്കിംഗ്. എന്നാൽ ഇതേ പെഡസ്ട്രിയൻസിന് തിരിച്ചും ചില ഉത്തരവാദിത്തങ്ങളും മര്യാദകളും ഒക്കെ ഉണ്ട്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഫുട്പാത്ത് ഉള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ റോഡിലൂടെ നടക്കുന്നത്. അത് തികച്ചും ഒരു മര്യാദകേടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് ആരോട് മര്യാദകേടാണ് എന്നുള്ളതാണ്. അത് മോട്ടോറിസ്റ്റിനോട് നമ്മൾ കാണിക്കുന്ന ഒരു മര്യാദകേടാണ്. കാരണം അവർ നമുക്ക് വഴിയൊരുക്കി തരുമ്പോൾ നമ്മൾ അവർക്കും വഴി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും സൈഡ് വാക്ക് വേ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഫുട്പാത്ത് ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വാഹനം വരുമ്പോൾ കാണുന്ന തരത്തിൽ തന്നെ നമ്മൾ നടക്കണം. അതൊരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് അവരെ കാണാനും അവർക്ക് നമ്മളെ കാണാനും അതൊരു സൗകര്യമാവും. പിന്നെ സിഗ്നലിലുള്ള സീബ്ര ക്രോസിംഗ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അവിടെ പെഡസ്ട്രിയൻസിന് റെഡ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ പോലും പലരും മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് റെഡ് സിഗ്നൽ വരുന്ന സമയത്ത് മോട്ടോറിസ്റ്റിന് ഗ്രീൻ സിഗ്നൽ വരും. ആ ഗ്രീൻ സിഗ്നലിൽ അവർ പെട്ടെന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കും. ആ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ക്രോസ് ചെയ്യാനുള്ളത്. സിഗ്നൽ ഇല്ലാത്ത സീബ്ര ക്രോസിംഗ് ലൈൻസ് ഉണ്ട്. അതിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നുള്ള ഒരു മാതൃക പിന്തുടരുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് നോക്കും റൈറ്റ് നോക്കും ക്രോസ് ചെയ്യും എന്നുള്ളതല്ല, ഒന്നുകൂടെ മേക്ക് ഷുവർ ചെയ്യുക വാഹനങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ വാഹനങ്ങളൊക്കെ വളരെ സ്പീഡിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ നോക്കിയിട്ട് തിരിയുമ്പോഴേക്കും അടുത്ത വാഹനം എത്തിയേക്കാം അടുത്തേക്ക്. അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. രാത്രികാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ അഭാവമുള്ള പല സ്ഥലങ്ങളുമുണ്ട്. അവിടെയൊക്കെ നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വിസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിലൂടെ ക്രോസ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. ട്രാഫിക് കൺജക്ഷൻ ഉള്ള റോഡുകളുണ്ട്. അവിടെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു ഐ കോണ്ടാക്ട് ആ വാഹനങ്ങളുടെ ഡ്രൈവറുമായിട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അവർക്കൊരു ഐഡിയ കിട്ടും, നമ്മൾ ക്രോസ് ചെയ്യുന്നില്ലേ എന്നുള്ളതൊരു ഐഡിയ അവർക്ക് കിട്ടും. അതനുസരിച്ചിട്ട് അവർ ഇപ്പോൾ റെഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പെഡസ്ട്രിയൻസിന്റെ റെഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ അവരത് മാനേജ് ചെയ്യും. അതുപോലെ നമ്മൾ പലപ്പോഴായി ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രധാന അപകടമാണ്, ഒരു ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബസ്സിന്റെ ഫ്രണ്ടിലൂടെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത്. ചിലപ്പോൾ വളരെ അത്യാവശ്യപ്പെട്ട് പോകാനായിരിക്കും അങ്ങനെ ഇറങ്ങുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം നമുക്ക് ആ ബസ്സിന്റെ ഡ്രൈവർ നമ്മളെ കാണുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന സ്ഥലങ്ങളിലൂടെ മാത്രമേ നമ്മൾ ക്രോസ് ചെയ്യാവൂ. അതിലും പ്രധാനം നമ്മൾ ബാക്കിലൂടെ ക്രോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കിലൂടെ ക്രോസ് ചെയ്യുന്ന സമയത്തായിരുന്നാലും ശരി, ഒരു വലിയ വാഹനമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ക്രോസ് ചെയ്യാനായിട്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഓൾവേസ് ഗിവ് എ സ്മൈൽ ഓർ താങ്ക് യു ജസ്റ്റർ ഫോർ ദോസ് ഹു അലോ ടു ക്രോസ് ദ റോഡ്.